മേഘയുടെ ഫോൺ കോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മേഘയുടെ ഫോൺ കോൾ നീണ്ടത് 8 സെക്കൻഡ് മാത്രം. പാളത്തിലേക്ക് നടക്കുമ്പോഴാണ് സുഗാന്ത് വിളിച്ചത്. 4 വട്ടമാണ് സുഗാന്ത് വിളിച്ചിരിക്കുന്നത്. ജീവനൊടുക്കിയ IB ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തിൽ ശക്തമാക്കിയ അന്വേഷണം പോലീസ്. മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയമായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഗാന്ത് സുരേഷ് ലീവിലാണ്. ജീവൻ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് മേഘ സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടുനിന്നത്. ഈ ഫോൺ വിളികൾ എന്തായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് തിരയുകയാണ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത്. സൗഹൃദം പ്രണയമായി വളർന്നതിനും പിന്നാലെയുള്ള 8 മാസ കാലയളവിൽ പലതവണ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടായിരുന്നു മേഘ. അപൂർവമായി മാത്രമേ സുഗാന്ത് തിരിച്ചു മേഘയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയുള്ളൂ. സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകളെല്ലാം വഹിച്ചിരുന്നത് മേഘയുടെ അക്കൗണ്ടിൽ നിന്നാണ്. മേഘയെ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നു എന്നാണ് മേഘയുടെ അച്ഛൻ പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി തിരിഞ്ഞപ്പോഴാണ് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് ഫോൺ ഓഫാക്കി ഒളിവിൽ പോയെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ IB സഹായവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളും ഉണ്ട്. അതേസമയം സുഗാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഈഞ്ചക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരങ്കൽ കാരക്കുഴി പുഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷ ചന്ദ്രന്റെയും ഏക മകളാണ് മേഘ. മാർച്ച് 24-നായിരുന്നു പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിലാണ് ചാടിയത്. ഇതാണ് മേഘയുടെ ഇപ്പോഴത്തെ കേസിനെ കുറിച്ചുള്ള നിലവിലുള്ള വിലയിരുത്തലുകൾ എന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. കൂടുതൽ അന്വേഷണങ്ങളുമായിട്ട് നടക്കുകയാണ്. സുഗാന്തിനെ കുറിച്ച് ഏതൊരു വിവരമോ സുഗാന്ത് എവിടെയാണെന്നോ ഈ നിമിഷം വരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.